Dear friends, welcome to Electron College. So, നമ്മുടെ പ്രീവിയസ് സെഷൻ മൾട്ടിപ്ലെക്സേഴ്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. മൾട്ടിപ്ലെക്സേഴ്സിൻ്റെ ബേസിക് യൂസ് ആൻഡ് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ബേസിക്കലി മൾട്ടിപ്ലെക്സർ നമുക്കറിയാം, ഇറ്റ് വിൽ ഹാവ് എൻ നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് എ സിംഗിൾ ഔട്ട്പുട്ട്. So based on the select line, only one input will be passed to the output at a time. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് മൾട്ടിപ്ലെക്സർ ഡിഫറെൻറ്റ് ടൈപ്സ് 2:1, 4:1, 8:1, 16:1 മൾട്ടിപ്ലെക്സേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് സോ നൗ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് മൾട്ടിപ്ലെക്സർ, നമ്മൾ പ്രീവിയസ് സെഷനിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ദിസ് ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലെക്സർ. So now ഇവിടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ സി ദിസ് ഈസ് എ മൾട്ടിപ്ലെക്സർ വിത്ത് 4 ഇൻപുട്സ് ആൻഡ് എ ഡബിൾ സെലക്ട് ലൈൻ, 2 സെലക്ട് ലൈൻസ്. നമുക്ക് 4 ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ ഒരു സൗണ്ട് സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇൻപുട്ട് ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സോഴ്സ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ സോഴ്സസ് അവൈലബിൾ ആണ് ഇൻപുട്ടായിട്ട്. ഇപ്പോൾ ഇതൊരു MP3 പ്ലെയർ സ്റ്റേഷൻ, ഇത് ലാപ്ടോപ്പാണ്, ലാപ്ടോപ്പ് സൗണ്ട് കാർഡ്, ഡിജിറ്റൽ സാറ്റലൈറ്റ്, പിന്നെ ഡിജിറ്റൽ കേബിൾ TV. അപ്പോൾ ഈ ഔട്ട്പുട്ട് സൗണ്ട് സിസ്റ്റം നമുക്കിതിൽ ഏതുമായിട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം, ഇതിലേത് സോഴ്സായിട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മക്സ്. സോ ഇവിടെ ഫസ്റ്റ് ഇൻപുട്ടിൽ ഈ MP3 പ്ലെയർ കണക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് ഇൻപുട്ടിൽ നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തിരിക്കുന്നു. തേർഡ് ഇൻപുട്ടിൽ സാറ്റലൈറ്റ്, ആൻഡ് ഫോർത്ത് ഇൻപുട്ടിൽ ഡിജിറ്റൽ കേബിൾ TV ഈസ് കണക്റ്റഡ്. സോ ഇതിൽ ഏത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടിൽ നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് ദാറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദിസ് സെലക്ട് ലൈൻ. ഇപ്പോൾ സെലക്ട് ലൈൻ 00 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് ഫ്രം MP3 പ്ലെയർ, ദ കണക്റ്റിംഗ് ലൈൻ ഫ്രം MP3 പ്ലെയർ നമ്മൾ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യും. ഇനി നമ്മുടെ സെലക്ട് ലൈൻ 01 ആണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഔട്ട്പുട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഇതൊരു ടിപ്പിക്കൽ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്ലെക്സർ ആണ്. ഡിഫറെൻറ്റ് ഇൻപുട്ട് സോഴ്സസിനെ നമ്മളെങ്ങനെ ഒരു സിംഗിൾ ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതും, ആൻഡ് നമ്മുടെ ആവശ്യാനുസരണം ഈ മൾട്ടിപ്പിൾ ഇൻപുട്സിൽ ഏത് ഇൻപുട്ട് വേണമെങ്കിലും നമുക്ക് ഔട്ട്പുട്ടിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മക്സ്. So now the next topic is demultiplexer, or it is also called data distributors. For demultiplexers ne kurichu parayumbo, demultiplexers ennu uddeshikunnathu they are just the reverse of multiplexer. മൾട്ടിപ്ലെക്സർ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ റിവേഴ്സാണ് ഡീമൾട്ടിപ്ലെക്സർ ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലെക്സർ നമുക്കറിയാം മൾട്ടിപ്പിൾ ഇൻപുട്സിനെ സിംഗിൾ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യുന്നു, അതാണല്ലോ മൾട്ടിപ്ലെക്സർ. അപ്പോൾ ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുമ്പോൾ ഇവിടെ സിംഗിൾ ഇൻപുട്ടേ ഉണ്ടാവത്തുള്ളൂ, ആൻഡ് ദെർ വിൽ ബി മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. ദിസ് ഈസ് DMux. അപ്പോൾ ഈ സിംഗിൾ ഇൻപുട്ടിനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സിലോട്ട് പാസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡൺ ബൈ മൾട്ടിപ്ലെക്സർ. സോ മൾട്ടിപ്ലെക്സർ ടേക്സ് സെവറൽ ഇൻപുട്ട്സ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് വൺ ഓഫ് ദം ടു ദ ഔട്ട്പുട്ട്. Whereas demultiplexer performs the reverse operation of multiplexer. It takes a single input and distributes it over several outputs. അപ്പോൾ demultiplexer has only one input and it has a number of outputs. അപ്പോൾ ഈ ഒരു ഇൻപുട്ടിനെ സെലക്റ്റീവായിട്ട് ഔട്ട്പുട്ട്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. That's why it is also called data distributor. So it takes one input data source and selectively distributes it to one of an output channels, and it is also called a distributor since it transmits the same data to different destinations. ഇവിടെ അതല്ലേ സംഭവിക്കുന്നത്, സെയിം ഇൻപുട്ടിൽ നിന്നും ഡിഫറൻറ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ആ സിഗ്നൽ നമ്മൾ പാസ് ചെയ്യുന്നു. സോ മക്സ് ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ഡിഫറൻറ്റ് സോഴ്സസിൽ നിന്നും സെയിം ഡെസ്റ്റിനേഷനിലോട്ട് നമ്മുടെ സിഗ്നൽ നമ്മൾ പാസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോർ എ മക്സ്. ആൻഡ് DMux എന്ന് പറയുമ്പോൾ ജസ്റ്റ് ദ റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എ മക്സ്. സോ ഒരു ടിപ്പിക്കൽ മക്സിൻ്റെ ഒരു DMuxൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. നൗ ഡേറ്റ ഇൻപുട്ട്, സോ ഇറ്റ് ഹാസ് എ സിംഗിൾ ഡേറ്റ ഇൻപുട്ട് DMux, ആൻഡ് ഔട്ട്പുട്ട്സ് D0, D1 എക്സെട്ര അപ് ടു Dn-1. സോ ഇത്രയും ഔട്ട്പുട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ സെലക്ട് ഇൻപുട്ട്സ് മക്സിൻ്റെ പോലെ തന്നെ ഇവിടെയും സെലക്ട് ഇൻപുട്ട് ഉണ്ടാവും. സോ ഈ സിംഗിൾ ഡേറ്റ ഇൻപുട്ട് ഈ ഡിഫറൻറ്റ് ഔട്ട്പുട്ട്സിലോട്ടായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഔട്ട്പുട്ടിലോട്ടാണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് ഈ ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് 0 യിലോട്ടാണോ
അതോ ഔട്ട്പുട്ട് 1 എക്സെട്ര, അല്ലെങ്കിൽ ഔട്ട്പുട്ട് n-1 ഇത് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഡിസൈഡ് ചെയ്യുന്നത് സെലക്ട് ഇൻപുട്ട് ആയിരിക്കും. മക്സിൻ്റെ പോലെ തന്നെ. സോ സെലക്ട് ഇൻപുട്ട് ഡിറ്റർമൈൻസ് ദി ഔട്ട്പുട്ട് ലൈൻ ടു വിച്ച് ദ ഇൻപുട്ട് ഡേറ്റ വിൽ ബി ട്രാൻസ്മിറ്റഡ്. സോ ഈ ഇൻപുട്ട് ഏത് ഔട്ട്പുട്ട് ലൈനുമായിട്ട് കണക്ട് ചെയ്യണമെന്നുള്ളത് ദാറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ സെലക്ട് ലൈൻ. ആൻഡ് ഈ ഒരു റിലേഷൻ ഓർമ്മയുണ്ടാവണം. ലെറ്റ് m be the number of select lines and n be the number of output lines. അങ്ങനെയാണെങ്കിൽ n is equal to 2 power m. So ഇതാണ് നമ്മുടെ റിലേഷൻ. So n is the number of output lines whereas m is the number of select lines. So ഇപ്പോൾ 8 output lines ആണെങ്കിൽ that is equal to 2 power 3. So നമുക്ക് 3 select lines ആവശ്യമായിട്ട് വരും. So ഈ റിലേഷൻ ഓർത്ത് വെക്കുക. Now types of demultiplexer. So basically here we have shown 4 types. So 1 to 2 demultiplexer, 1 to 4 demultiplexer, 1 to 8 demultiplexer and 1 to 16 demultiplexer. So എല്ലാ കേസസിലും there will be only one input. ഇൻപുട്ട് സിംഗിൾ ആണ്. പിന്നെ ഔട്ട്പുട്ട് 2 ആവാം, 4 ആവാം, 8 ആവാം ആൻഡ് 16 ലൈൻസ് വരെ ആവാം. ആൻഡ് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് എത്രയാണോ നോക്കണം. അപ്പോൾ അതിൻ്റെ റിലേഷൻ ഇതാണ്, n equal to 2 power m. അപ്പോൾ 2 ലൈൻസ് ആണെങ്കിൽ you will have a single select line. 16 ആണെങ്കിൽ 16 equal to 2 power 4. അപ്പോൾ number of select lines will be 4. and 8 ആണെങ്കിൽ 3 select lines വേണം. number of outputs 4 ആണെങ്കിൽ 2 select lines നമുക്ക് ആവശ്യമായിട്ട് വരും. So first type 1 to 2 demultiplexer. So it require one select line. So dmexന്റെ സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So this is the input, single input, അതായത് in, this is the input. So single input ആവുമ്പോൾ നമുക്കൊരു സെലക്ട് ലൈൻ ആവശ്യമായിട്ടുണ്ട് അല്ലേ. സിംഗിൾ സെലക്ട് ലൈൻ മതിയാവും, ബിക്കോസ് 2 ഔട്ട്പുട്ട്സേ ഉള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട്സ് 2 ആണ്, ഔട്ട് 1 ഔട്ട് 2 ആൻഡ് യു ഹാവ് എ സിംഗിൾ സെലക്ട് ലൈൻ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. നൗ ദിസ് ഈസ് ഇൻപുട്ട്, സിംഗിൾ ഇൻപുട്ട്, സെലക്ട് ലൈൻ ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഇത് ഔട്ട് 1 ആൻഡ് ദിസ് ഈസ് ഔട്ട് 2. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സെലക്ട് ലൈൻ ഇറ്റ് ക്യാൻ ബി 0 ഓർ ഇറ്റ് ക്യാൻ ബി 1, ശരിയല്ലേ. ഇപ്പോൾ 0 ആണെങ്കിൽ ദിസ് ഇൻപുട്ട് വിൽ ബി കണക്റ്റഡ് ടു ഔട്ട് 1. സോറി, 0 ആണെങ്കിൽ ഇൻപുട്ട് വിൽ ബി കണക്റ്റഡ് ടു ഔട്ട് 1. സോ ഔട്ട് 1 വിൽ ബി ആക്ടിവേറ്റഡ്, അല്ലെങ്കിൽ ഔട്ട് 1-ലായിരിക്കും, ഔട്ട് 1 ടേൺസ് ടു 1, റിമൈനിങ് ഔട്ട്പുട്ട്സ് എല്ലാം 0 ആയിരിക്കും. ആൻഡ് സിയുടെ വാല്യൂ, സെലക്ട് ലൈൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ദിസ് ഇൻപുട്ട് വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട് 2. സോ ഇൻപുട്ട് വിൽ ബി പാസ്ഡ് ടു ഔട്ട്പുട്ട് 2 ഇഫ് സി ഈക്വൽ ടു 1. സോ സെലക്ട് ലൈൻ്റെ വാല്യൂ അനുസരിച്ച് ഈ ഇൻപുട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ടിൽ ലോജിക്കൽ ഹൈയും റിമൈനിങ് ഔട്ട്പുട്ട്സിൽ ലോജിക്കൽ 0യും ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ ഇവിടെ ഈ ട്രൂത്ത് ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. സി ഇൻപുട്ട് 0 ആൻഡ് സി ഈസ് 0. സെലക്ട് ലൈൻ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ഈസ് 0. അതായത് സി ദിസ് ഇൻപുട്ട്, ഈ ഇൻപുട്ട് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്തു, ഔട്ട് 1-ലോട്ട് പാസ് ചെയ്തു. ആൻഡ് ഔട്ട് 2 ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ്, ഇറ്റ് ഈസ് നോട്ട് ഓഫ് യൂസ്. ഔട്ട് 2 നോർമൽ 0 ആണ്. ആൻഡ് ഇൻപുട്ട് 1 ആണെങ്കിൽ ആൻഡ് സെലക്ട് ലൈൻ 0 ആണെങ്കിൽ ഔട്ട് 1 വിൽ ഓൾസോ ബി ഈക്വൽ ടു 1, ബിക്കോസ് ഈ ഇൻപുട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ഔട്ട് 1-ലോട്ടാണ്, ശരിയല്ലേ. ആൻഡ് ഔട്ട് 2 ഇറ്റ് റിമൈൻസ് ഡിസ്കണക്റ്റഡ്. ആൻഡ് ഈ കണ്ടീഷൻ നോക്കാം. സിയുടെ 1, സെലക്ട് ലൈൻ 1 ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, സി ദ ഇൻപുട്ട് ഈസ് പാസ്ഡ് ടു ദ ഔട്ട്പുട്ട് 2. സിമിലർലി ഇവിടെ സി 1 ആണെങ്കിൽ ഇൻപുട്ട് വിൽ ബി പാസ്ഡ് ടു ഔട്ട്പുട്ട് 2. ഈ ഔട്ട്പുട്ട് 1 റിമൈൻസ് ഡിസ്കണക്റ്റഡ്. സോ ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് എ DMUX. ആ ഇൻപുട്ടിനെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് സെലക്ട് ലൈൻ. സോ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ സി ജസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ എഴുതാം. ഈ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഔട്ട് 1. സോ ഔട്ട് 1, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണല്ലോ ഹൈ, സോ ഇൻപുട്ട് ഇൻറ്റു സി കോംപ്ലിമെൻറ്റ്, ശരിയല്ലേ. ഇൻപുട്ട് ഡോട്ട് സി കോംപ്ലിമെൻറ്റ്, ശരിയല്ലേ. ഇൻപുട്ട് ഡോട്ട് സി കോംപ്ലിമെൻറ്റ് വിച്ച് ഗീവ്സ് എൻ ഔട്ട്പുട്ട് ഹൈ. അപ്പോൾ അതുപോലെ ഔട്ട്പുട്ട് 2, ഔട്ട്പുട്ട് 2 എന്ന് പറയുമ്പോൾ സി ഇറ്റ് ഈസ് ഹൈ ഓവർ ഹിയർ. അപ്പോൾ യു ക്യാൻ റൈറ്റ് ഔട്ട് 2 ഈസ് ഈക്വൽ ടു, ഇവിടെയല്ലോ ഹൈ കിട്ടുന്നത്,
So input into C, input dot C. So അതാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട് വൺ ഈക്വൽ ടു സി, ദിസ് ഈസ് കണക്റ്റഡ് ടു സി. അപ്പോൾ ഇവിടെ സി കോംപ്ലിമെൻ്റ് ആണ്. സോ ഔട്ട് വൺ ഈക്വൽ ടു ഇവിടെ ഇൻപുട്ടാണ്. സോ ഔട്ട് വൺ ഈക്വൽ ടു സി കോംപ്ലിമെൻറ്റ് ഇൻറ്റു ഇൻ. അതുപോലെ ഔട്ട് ടു ഈസ് ഓൾസോ ഈക്വൽ ടു ഇവിടെ ഇൻ ആൻഡ് ദിസ് ഈസ് ഡയറക്ട്ലി സി അല്ലേ. ഈ ഇൻപുട്ട് ഡയറക്ട്ലി സിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് IN ഡോട്ട് സി. സോ അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം AND ഗേറ്റ് യൂസ് ചെയ്തിട്ട്. Now, see next type 1 to 4 demultiplexer. So single input and 4 outputs. For 4 outputs ആവുമ്പോൾ n equal to 2 power m. So 4 equal to 2 power 2. So you need 2 select lines. അപ്പോൾ 2 select lines വേണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. S1, S0 and this is data input, single data input D. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇംപ്ലിമെൻറ്റേഷൻ അവസാനമാണല്ലോ. So first you will see the truth table. So these are the select lines S1, S0. 2 സെലക്ട് ലൈൻസ് വേണം നമുക്ക്. അപ്പോൾ 2 സെലക്ട് ലൈൻസ് ആയതുകൊണ്ട് തന്നെ 4 കോമ്പിനേഷൻസ് ഉണ്ടാവും. 0 0 0 1 1 0 1 1 ആൻഡ് ഔട്ട്പുട്ട്സ്. സോ ഇവിടെ 1:4 ഡീമൾട്ടിപ്ലെക്സർ ആണല്ലോ. അപ്പോൾ 4 ഔട്ട്പുട്ട്സ് അല്ലേ. O0, O1, O2, O3. സോ വെൻ സി സെലക്ട് ലൈൻ ഈസ് 0 0, സെലക്ട് ലൈൻസ് 0 0 ആണെങ്കിൽ സി ദ ഡേറ്റ അപ്പിയേഴ്സ് അറ്റ് ഔട്ട്പുട്ട് 0. സെലക്ട് ലൈൻ 0 1 ആണെങ്കിൽ ദ ഡേറ്റ appear at output O1. സെലക്ട് ലൈൻ 1 0 ആണെങ്കിൽ ഡേറ്റ നമുക്ക് ഔട്ട്പുട്ട് ഡേറ്റ വരുന്നത് ലൈൻ O2വിലായിരിക്കും, ഔട്ട്പുട്ട് ലൈൻ O2. ആൻഡ് സെലക്ട് ലൈൻ 1 1 ആണെങ്കിൽ ഈ ഡേറ്റ പുറത്തേക്ക് വരുന്നത് O3യിലൂടെ, ഔട്ട്പുട്ട് 3യിലൂടെ ആയിരിക്കും. ആൻഡ് റിമൈനിങ് ഔട്ട്പുട്ട്സ് മുഴുവൻ ഡീആക്ടിവേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിമൈനിങ് ഔട്ട്പുട്ട്സ് 0 ആയിരിക്കും. സോ അറ്റ് എ ടൈം ഒരു ഔട്ട്പുട്ട് മാത്രമേ ആക്റ്റീവ് ആവത്തുള്ളൂ. ആൻഡ് അത് സെലക്ട് ലൈൻ എന്താണോ ബേസ്ഡ് ഓൺ ദാറ്റ് ആയിരിക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആവുന്നത്. ആ ഔട്ട്പുട്ടിലോട്ടായിരിക്കും നമ്മുടെ ഇൻപുട്ട്സ് പുറത്തേക്ക് വരിക. സോ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഈസിയാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇക്വേഷൻസ് എഴുതാം. ഇപ്പോൾ O3, ദീസ് ആർ ദ ഫങ്ഷൻസ് അല്ലേ. O3, O2, O1, O0. സോ O3 ഈസ് ഈക്വൽ ടു O3 ഇവിടെയാണല്ലോ ഡേറ്റ. ഈ കോമ്പിനേഷൻ S1 1 S0 1 വരുമ്പോഴാണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് D ഡോട്ട് S1 ഡോട്ട് S0 അല്ലേ. O3 ഈസ് ഈക്വൽ ടു D ഡോട്ട് S1 ഡോട്ട് S0. സിമിലർലി O2 ഈസ് ഈക്വൽ ടു ഇവിടെയാണല്ലോ ഡേറ്റ. സോ D ഡോട്ട് S1 ഡോട്ട് S0 ബാർ, S1 ഡോട്ട് S0 കോംപ്ലിമെൻറ്റ്. ആൻഡ് സിമിലർലി O1 ഈസ് ഈക്വൽ ടു, see data will be coming through the line when the select lines are 0 1. S1 0യും S0യും 1 ആവുമ്പോഴാണ് ഔട്ട്പുട്ട് ലൈൻ 1 ആക്ടിവേറ്റ് ആവുന്നത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു D ഡോട്ട് S1 ബാർ S0. Is it? And similarly for O0. So O0 അതുപോലെ തന്നെ എഴുതാം. O0 is equal to D ഡോട്ട് S1 കോംപ്ലിമെൻറ്റ് S0 കോംപ്ലിമെൻറ്റ്. സോ ഇനി ഇത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ബിക്കോസ് ഇതെല്ലാം ജസ്റ്റ് ആൻഡ് ടേംസ് ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് ഈ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യാം അല്ലേ. സോ ദിസ് ഈസ് ദ ഡേറ്റ ഇൻപുട്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് ഡേറ്റ ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ സെലക്ട് ലൈൻസ്, 2 സെലക്ട് ലൈൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ്, ഒരെണ്ണം കോംപ്ലിമെൻറ്റ്. ഇത് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഈ എക്സ്പ്രഷൻസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഈ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ യു ക്യാൻ ജസ്റ്റ് കണക്ട് ദ ഇൻപുട്ട്സ്. സി ദിസ് ഈസ് കണക്റ്റഡ് ടു D, സെക്കൻഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു S1 കോംപ്ലിമെൻറ്റ് അല്ലേ. ആൻഡ് ദിസ് തേർഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു S0. ഇവിടെ S0 കോംപ്ലിമെൻ്റ് ആണല്ലോ. സോ തേർഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു S0 കോംപ്ലിമെൻറ്റ്. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി D ഡോട്ട് S1 കോംപ്ലിമെൻറ്റ് ഡോട്ട് S0 കോംപ്ലിമെൻറ്റ്. അപ്പോൾ സിമിലർലി ഫോർ അതർ ഔട്ട്പുട്ട്സ് ആൾസോ. സോ ഇൻപുട്ട് ഡേറ്റ ലൈൻ ഗോസ് ടു ആൻഡ് ഗേറ്റ്, ഈച്ച് ഓഫ് ദി ആൻഡ് ഗേറ്റ്. ശരിക്കും ഡേറ്റ ലൈൻ നമ്മൾ എല്ലാ ആൻഡ് ഗേറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സെലക്ട് ലൈൻസിൻ്റെ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ്. നൗ സിമിലർലി അനദർ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1:8 ഡീമൾട്ടിപ്ലെക്സർ. സോ 1:8 എന്ന് പറയുമ്പോൾ അഗെയിൻ സിംഗിൾ ഇൻപുട്ട് ആൻഡ് 8 ഔട്ട്പുട്ട്സ്. സോ 8 ഈക്വൽ ടു 2 power 3. സോ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് m ഈക്വൽ ടു 3. ശരിയല്ലേ. അപ്പോൾ 3 സെലക്ട് ലൈൻസ് വേണം. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, S0, S1, S2. സോ യു ഹാവ് 3 സെലക്ട് ലൈൻസ്.
അപ്പോൾ 8 കോമ്പിനേഷൻസ് ഉണ്ടാവും 3 സെലക്ട് ലൈൻസ് ആകുമ്പോൾ 0 0 0 0 0 1 0 1 0 0 1 1 എക്സെട്ര അപ് ടു 1 1 1 ആൻഡ് ഔട്ട്പുട്ട്സ്. സോ ഔട്ട്പുട്ട്സ് 8 ഔട്ട്പുട്ട്സ് അല്ലേ. സോ O0 O1 O2 O3 O4 O5 O6 ആൻഡ് O7 ഔട്ട്പുട്ട് ലൈൻസ് 8 ഔട്ട്പുട്ട് ലൈൻസ്. അപ്പോൾ ഇവിടെ വീണ്ടും സെയിം കോൺസെപ്റ്റാണ്. ഇപ്പോൾ 0 0 0 0 0 0 ആണെങ്കിൽ ഡേറ്റ ഔട്ട്പുട്ട് ലൈൻ 0 മാത്രമേ കണക്റ്റഡ് ആവത്തുള്ളൂ. ഔട്ട്പുട്ട് ലൈൻ 0 മാത്രമേ ഇൻപുട്ടുമായിട്ട് കണക്റ്റഡ് ആവത്തുള്ളൂ. അപ്പോൾ ഡേറ്റ വരുന്നത് ഔട്ട്പുട്ട് ലൈൻ 0യിലൂടെ ആയിരിക്കും. ആൻഡ് 0 0 1 0 0 1 ആണെങ്കിൽ ഡേറ്റ വിൽ ബി കമ്മിങ് ഔട്ട് ത്രൂ ദ ലൈൻ O1. റിമൈനിങ് ഔട്ട്പുട്ട്സ് മുഴുവൻ ലോജിക്കൽ 0 ദേ റിമൈൻസ് ഡീആക്ടിവേറ്റഡ്. ആൻഡ് സിമിലർലി 1 1 1 സിമിലർലി 1 1 1 ആണെങ്കിൽ line O7 will be activated and the data comes through the line 7. റിമൈനിങ് ഔട്ട്പുട്ട്സ് മുഴുവൻ ഡീആക്ടിവേറ്റഡ് ആണ്. സോ ട്രൂത്ത് ടേബിൾ വളരെ ഈസിയാണ്. ഇനി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വേണമെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ O7 ഔട്ട്പുട്ട് 7 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ? O7 ഈസ് ഈക്വൽ ടു, സോ ഡേറ്റ ആക്റ്റീവ് ആവുന്നത് സെലക്ട് ലൈൻസ് 1 1 1 ആവുമ്പോഴാണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് d dot s0 dot s1 dot s2. This is the expression. ശരിയല്ലേ? O7 is equal to d dot s2 dot s1 dot s0. And similarly for O6. So O6 എന്ന് പറയുമ്പോൾ see the data line is activated for the combination 1 1 0. അപ്പോൾ O6 is equal to d dot s2 dot s1 dot s0 complement അല്ലേ. S2 dot S1 dot S0 complement. S2 S1 S0 complement. So similarly for O5 O4 O3 etc. you can get the expression. അപ്പോൾ അതുപോലെ തന്നെ O0 നമ്മൾ O0 എഴുതുവാണെങ്കിൽ O0 ദ ഡേറ്റ ഇവിടെയാണ് ആക്ടിവേറ്റ് ആവുന്നത്. സോ യു ക്യാൻ റൈറ്റ് d ഡോട്ട് എൻ്റെ സെലക്ട് ലൈൻ കോമ്പിനേഷൻ എന്താണ്? S0 കോംപ്ലിമെൻറ്റ് S1 കോംപ്ലിമെൻറ്റ് S2 കോംപ്ലിമെൻറ്റ്. സോ d ഡോട്ട് S0 കോംപ്ലിമെൻറ്റ് S1 കോംപ്ലിമെൻറ്റ് ആൻഡ് S2 കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? d ഡോട്ട് S2 കോംപ്ലിമെൻറ്റ് S1 കോംപ്ലിമെൻറ്റ് S0 കോംപ്ലിമെൻറ്റ്. സോ ട്രൂത്ത് ടേബിളിൽ നിന്നും നമുക്ക് എക്സ്പ്രഷൻസ് ജനറേറ്റ് ചെയ്യാം. എക്സ്പ്രഷൻസ് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമല്ലോ. ബിക്കോസ് നമുക്ക് ജസ്റ്റ് വേണ്ടത് ആൻഡ് ഗേറ്റ്സ് ആണ്. ആൻഡ് ഗേറ്റ്സും പിന്നെ ഈ കോംപ്ലിമെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ഗേറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഡേറ്റ ഇൻപുട്ട് D ആൻഡ് 3 സെലക്ട് ലൈൻസ് S0 S1 S2. സോ ദീസ് ആർ ദ ആൻഡ് ഗേറ്റ്സ്. ഇപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു ആൻഡ് ഗേറ്റ് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഗേറ്റ് നമുക്ക് 4 ഇൻപുട്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. 4 ഇൻപുട്ട്സ് വേണം ഇവിടെ, ബിക്കോസ് 3 സെലക്ട് ലൈൻസ് ഉണ്ട്, പിന്നെ ഒരു ഡേറ്റ ഇൻപുട്ട്. സോ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് ഡേറ്റ ഇൻപുട്ട്. അപ്പോൾ ഡേറ്റ ഇൻപുട്ട് നമ്മൾ എല്ലാ ആൻഡ് ഗേറ്റുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ഷൻ നോക്കിയാൽ ഡേറ്റ ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു ഓൾ ദ ആൻഡ് ഗേറ്റ്സ്. ബട്ട് ആ സെലക്ട് ലൈൻസ് എന്താണോ അതിൻ്റെ വാല്യൂ ആയിരിക്കും അത് ഡിസൈഡ് ചെയ്യും. സെലക്ട് ലൈൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡേറ്റ പുറത്തേക്ക് പോകണോ, ഡേറ്റ ഏത് ഔട്ട്പുട്ട് ലൈനിലോട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് സെലക്ട് ലൈൻസ് ആയിരിക്കും. സോ ഡേറ്റ ആൻഡ് second input is connected to S2 and third input is connected to S1 and fourth input is connected to S0. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 4ൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് d ഡോട്ട് S2 ഡോട്ട് S1 ഡോട്ട് S0. ഇപ്പോൾ സിമിലർലി ഫോർ അതർ ഗേറ്റ്സ് ആൾസോ. സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് DMux ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ടിപ്പിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ഡീമൾട്ടിപ്ലെക്സർ. സോ മക്സ് നമ്മൾ കണ്ടു. മക്സിൻ്റെ അപ്ലിക്കേഷൻ എന്തായിരുന്നു നമ്മൾ കണ്ടായിരുന്നു. അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ട് സോഴ്സസിനെ നമുക്ക് സിംഗിൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഡീമൾട്ടിപ്ലെക്സർ അതിൻ്റെ റിവേഴ്സാണ്. അതായത് സിംഗിൾ ഇൻപുട്ടിനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സോഴ്സിലോട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സിലോട്ട് കണക്ട് ചെയ്യാം നമുക്ക്. സീ ദിസ് ഈസ് എ ബെസ്റ്റ് ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ ഡീമൾട്ടിപ്ലെക്സർ. സോ യു ഹാവ് യൂസ്ഡ് എ DMXൻ്റെ സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സെലക്ട് ലൈൻസ് അല്ലേ. ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ അല്ലേ. ഈ DMXൽ ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ട്സും. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ ജസ്റ്റ് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻപുട്ടിൽ. ആൻഡ് ദിസ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് ദ ഇൻപുട്ട്. ഔട്ട്പുട്ട് സോ യു ഹാവ് കണക്റ്റഡ് എ പ്രിൻ്റർ, യു ഹാവ് കണക്റ്റഡ് എ ഫാക്സ് മെഷീൻ, അഗെയിൻ എ കളർ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ആൻഡ് ഒരു പെൻ പ്ലോട്ടർ. ഇത്രയും ഡിവൈസസ്, ഇത്രയും മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഡിവൈസസ് നമ്മൾ ഈ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പോസിബിൾ, ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ദ DMX. സോ ഈ ഇൻപുട്ട് ഏത് ഔട്ട്പുട്ടുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഡിസൈഡ് ചെയ്യുന്നത് സെലക്ട് ലൈൻ ആയിരിക്കും. ഇപ്പോൾ 0 0 സെലക്ട് ലൈൻ 0 0 ആണെങ്കിൽ
സിസ്റ്റം നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നത് പ്രിൻ്ററുമായിട്ടായിരിക്കും. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ വാല്യൂസ് ഡേറ്റ പോകുന്നത് പ്രിൻ്ററിലോട്ടായിരിക്കും. ഇപ്പോൾ 01 ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റ ജസ്റ്റ് ഗോസ് ടു ദ ഫാക്സ് മെഷീൻ എക്സെട്ര. സോ ദിസ് ഈസ് അബൌട്ട് DMUX ആൻഡ് DMUX. So now DMUXൻ്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് we should also know this concept. So demultiplexer as a decoder. Now it is possible to operate a DMUX as a decoder. നമ്മുടെ പ്രീവിയസ് സെഷൻസിൽ നമ്മൾ എൻകോഡർ ഡീകോഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു 2:4 ഡീകോഡറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു 2:4 ഡീകോഡർ 2:4 ഡീകോഡറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2:4 എന്ന് പറയുമ്പോൾ യു ഹാവ് 2 ഇൻപുട്സ് and you have 4 outputs. Is it? So you have 2 inputs and 4 outputs. അപ്പോൾ ഡീകോഡറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഡീകോഡറും ഇതുപോലാണ്. ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് മാത്രമേ ആക്ടിവേറ്റ് ആവത്തുള്ളൂ അറ്റ് എ ടൈം, ആൻഡ് ദാറ്റ് ഈസ് ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് കോമ്പിനേഷൻ. നമ്മൾ ഇൻപുട്ടിൽ എന്ത് വാല്യൂസ് ആണോ കൊടുക്കുന്നത്, ബേസ്ഡ് ഓൺ ദാറ്റ് any one output will be activated. That is the basic function of 2:4 decoder. And DMUXൻ്റെ operation നമുക്കറിയാം. You have 4 outputs, but only one output will be activated at a time, and that is based on the value of select signals. So you can make a DMUX to operate as a decoder. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. So here you have your decoder, രണ്ട് ഇൻപുട്ട് I0 I1 and outputs Y0 Y1 Y2 Y3. So ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. I1 I0 is it, and outputs Y0 Y1 Y2 Y3. So this is 0 0 0 1 1 0 1 1, 4 combinations. So decoder ട്രൂത്ത് ടേബിൾ ആണിത്. സോ നമുക്ക് ഡീകോഡർ എന്താണെന്ന് അറിയാമല്ലോ. ഇൻപുട്ട് 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് Y0 will be activated. That is Y0 is 1. Remaining outputs will be 0. Similarly, input combination 0 1 ആണെങ്കിൽ Y1 will be activated. Input combination 1 0 ആണെങ്കിൽ Y2 ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. 1 1 ആണെങ്കിൽ ഇൻപുട്ട് കോമ്പിനേഷൻ 1 1 ആണെങ്കിൽ Y3 will be activated. അപ്പോൾ റിമൈനിങ് ഔട്ട്പുട്ട്സ് 0 ആയിരിക്കും. So this is basically the truth table of a decoder. Then ഇനി മക്സിലോട്ട് വരാം. നമുക്ക് ഈ DMUXലോട്ട് വരാം. DMUX എങ്ങനെയാണ് ഒരു ഡീകോഡറായിട്ട് ഫങ്ഷൻ ആവുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ സിമിലാരിറ്റീസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഡീകോഡറിന് 4 ഔട്ട്പുട്ട്സ് ആണ്. ഇവിടെയും 4 ഔട്ട്പുട്ട്സ് ആണ്. 1:4 DMUX അല്ലേ. അപ്പോൾ 4 ഔട്ട്പുട്ട്സ് ആണ്. ആൻഡ് യു ഹാവ് 2 ഇൻപുട്ട്സ് ഫോർ ഡീകോഡർ. ഇവിടെ ഒരു സിംഗിൾ ഇൻപുട്ടും പിന്നെ 2 സെലക്ട് ലൈൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 സെലക്ട് ലൈൻസിനെ ഈ 2 ഇൻപുട്ട്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ 2 സെലക്ട് ലൈൻസിനെ ഈ 2 ഇൻപുട്ട്സ് ആയിട്ട് I0 ആയിട്ടും I1 ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ DMUXൻ്റെ സെലക്ട് ലൈൻസ് ഡീകോഡർ ഇൻപുട്ട്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വാട്ട് അബൌട്ട് ദിസ് ഇൻപുട്ട്? ഈ ഇൻപുട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഇൻപുട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറ്റ് വിൽ ബി മെയ്ഡ് ലോജിക്കൽ 1 പെർമനൻ്റ്ലി. ഈ ഇൻപുട്ടിനെ പെർമനൻ്റ് ആയിട്ട് ലോജിക്കൽ 1 ആയിട്ട് അങ്ങ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ആ ഇൻപുട്ടിനെ നമ്മൾ +5 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ ഈ ഒരു ഇൻപുട്ടിനെ +5 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻപുട്ട് ഇറ്റ് ബിക്കംസ് ലോജിക്കൽ 1 പെർമനൻ്റ്ലി. I becomes logical 1 permanently. So ഇപ്പോൾ ഐയുടെ വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു 1, ലോജിക്കൽ 1 പെർമനൻ്റ്ലി. നൗ ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഈ DMUXൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ DMUX ആദ്യമേ പറഞ്ഞല്ലോ, ഇൻപുട്ട്സ് ഇപ്പോൾ I0യും I1ഉം ആണ്. അതായത് S1 S0 ദാറ്റ് ഈസ് ഈക്വൽ ടു I0 I1. സോ I0 I1 ആൻഡ് ഔട്ട്പുട്ട്സ് ദേ ആർ Y0 Y1 Y2 Y3. നൗ ഈ DMUXൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം എങ്ങനെയാണെന്ന്. സോ യു ഹാവ് 2 ഇൻപുട്ട്സ് ആൻഡ് സോ ദീസ് ആർ ദ 2 സെലക്ട് ലൈൻസ് ആൻഡ് യു ഹാവ് 4 ഔട്ട്പുട്ട്സ്. അപ്പോൾ നമുക്കറിയാം സെലക്ട് ലൈൻ 2 ലൈൻസ് ആയതുകൊണ്ട് 4 കോമ്പിനേഷൻ ഉണ്ടാവും. 0 0 0 1 1 0 1 1. നൗ ഈ സെലക്ട് ലൈൻസ് 0 0 ആണെങ്കിൽ the input will be connected to Y0. ശരിയല്ലേ? സോ Y0 is 1, other outputs are 0. ഈ സെലക്ട് ലൈൻസ് 0 1 ആണെങ്കിൽ
the input will be connected to y1. So y1 is 1, remaining outputs are 0. അപ്പോൾ അതുപോലെ 10 സെലക്ട് ലൈൻ 10 ആണെങ്കിൽ the input will be connected to y2. അപ്പോൾ y2 1 ആവുന്നു, റിമൈനിങ് ഔട്ട്പുട്ട്സ് 0. ആൻഡ് സെലക്ട് ലൈൻ 11 ആണെങ്കിൽ നമുക്കറിയാം ഡിമെക്സിൻ്റെ ഫംഗ്ഷൻ. സെലക്ട് ലൈൻ 11 ആണെങ്കിൽ ഇൻപുട്ട് വിൽ ബി കണക്റ്റഡ് ടു y3. അപ്പോൾ y3 1 ആവുന്നു, റിമൈനിങ് ഔട്ട്പുട്ട്സ് 0 ആവുന്നു. സോ ഇനി ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി S1 S0. സോ ഈ സെലക്ട് ലൈൻസിനെയാണ് നമ്മൾ ഡീകോഡർ ഇൻപുട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്, I0 I1. സോ ജസ്റ്റ് കമ്പയർ ചെയ്യുക. 0 0 0 0 0 1 1 0 1 1 1 0 0 0 0 1 0 0 0 0 1 1 0 0 1 1 0 0 0 1 0 0 0 1. സോ നൗ രണ്ടും തമ്മിലും ദേ ആർ എക്സാക്ട്ലി മാച്ചിങ്. സോ യു ക്യാൻ മേക്ക് എ ഡിമെക്സ് ടു ബിഹേവ് ആസ് എ ഡീകോഡർ. ഇപ്പോൾ ഡിമെക്സിനെ നമുക്കൊരു ഡീകോഡറായിട്ട് തന്നെ യൂസ് ചെയ്യാം. 1:4 ഡിമെക്സിനെ 2:4 ഡീകോഡറായിട്ട് യൂസ് ചെയ്യാം. ബിക്കോസ് ഇവിടെ ഔട്ട്പുട്ട്സ് എക്സാക്ട്ലി മാച്ച് ആവുന്നുണ്ട്, നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. പിന്നെ 2 സെലക്ട് ലൈൻസ് ഉണ്ടാവും, ഇവിടെ 2 ഇൻപുട്ട് ലൈൻസ് ആണ്. സോ ഈ സെലക്ട് ലൈൻസ് ഡീകോഡറിൻ്റെ ഇൻപുട്ട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ ഡിമെക്സിൻ്റെ ഇൻപുട്ടാണ് പിന്നെ റിമൈനിങ്. ഡിമെക്സിൻ്റെ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ആ ഇൻപുട്ടിനെ പെർമനൻ്റ് ആയിട്ട് ലോജിക്കൽ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. So this is how you can make a 1:4 DMX to behave as a 2:4 decoder. അപ്പോൾ ഇതുപോലെ തന്നെ see if you have a 1:8 DMX, sorry, if you have a 1:8 DMX, ഈ 1:8 DMXനെ ഒരു 3:8 decoder 3:8 decoder ആയിട്ട് it can be made to behave, because number of outputs match ആവണം. DMX 1:8 ആകുമ്പോൾ 8 ഔട്ട്പുട്ട്സ് ആണ് ഡിമെക്സിന്. 3:8 ഡീകോഡർ ആകുമ്പോൾ 8 ഔട്ട്പുട്ട്സ് ആണല്ലോ ഡീകോഡറിന്. ആൻഡ് ഇവിടെ ഒരു ഇൻപുട്ട് പെർമനൻ്റ്ലി ഇത് ലോജിക്കൽ 1 ആക്കുക. ഈ 3:8 ഈ 3 ഇൻപുട്ട്സിനെ പെർമനൻ്റ് ആയിട്ട് ലോജിക്കലി 1 ആക്കുക. ആൻഡ് സോറി സി ദിസ് 3 അല്ല, ദിസ് 1 ഈസ് മെയ്ഡ് പെർമനൻ്റ് ലോജിക്കൽ 1. ആൻഡ് ഇവിടെ ഒരു 3 സെലക്ട് ലൈൻസ് ഉണ്ടാവും അല്ലേ, 3 സെലക്ട് ലൈൻസ് ഉണ്ടാവും. ആ 3 സെലക്ട് ലൈൻസ്, സോ ദീസ് 3 സെലക്ട് ലൈൻസ് വിൽ ബി യൂസ്ഡ് ആസ് ദിസ് 3 ഇൻപുട്ട്സ് ഓഫ് ഡീകോഡർ. So this is the method to make DMX behave as a decoder. So now just ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്. Now so use 8:1 mux to implement the logical function f of x y z equal to summation m 0 to 3 5. സോ ഇതെങ്ങനെ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ മിൻ ടേംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് യു ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ദിസ് ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മക്സ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രൂത്ത് ടേബിൾ വേണം. സോ എക്സ് വൈ ഇസഡ് ആൻഡ് എഫ്. സോ 3 ഇൻപുട്ട്സ് ആണല്ലോ, ബിക്കോസ് ഇവിടെ യു ഹാവ് അപ് ടു 5 മിൻ ടേംസ് അപ് ടു 5 ഉണ്ട്. അപ്പോൾ 3 വേരിയബിൾസ് വേണം. ആൻഡ് ഇവിടെ ഗിവൺ ആണ്, 3 വേരിയബിൾസ് ആണെന്ന് ഗിവൺ ആണ്. സോ കോമ്പിനേഷൻസ് എഴുതാം. 0 0 0 0 0 1 സോറി 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 sorry 1 1 1. ആൻഡ് എഫ് സി ഫംഗ്ഷൻ മിൻ ടേംസ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആവുന്നത് നോക്കുക. 0 2 3 5. അപ്പോൾ 0 ദെൻ 2 3 ആൻഡ് 5 എന്ന് പറയുമ്പോൾ സി 1 0 1 1 0 1 ഇവിടെ 5. സോ റിമൈനിങ് ഔട്ട്പുട്ട്സ് 0 ആണ്. റിമൈനിങ് ടേം കോമ്പിനേഷൻസിന് ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. സോ നൗ ദിസ് ഈസ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ് അല്ലേ, ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ ട്രൂത്ത് ടേബിൾ. സോ ഇത് മക്സിലോട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാം. സോ യു ഡ്രൈ മക്സ്. സോ 8:1 മക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 8:1 മക്സ്. സോ സിംഗിൾ ഔട്ട്പുട്ട് ആൻഡ് 8 ഔട്ട്പുട്ട്സ് ഉണ്ടാവും, ശരിയല്ലേ. D0 D1 D2 D3 D4 D5 D6 D7. So you have 8 outputs. And 8:1 mux എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് 3 ആണ്, ശരിയല്ലേ. S0 S1 S2. So you need 3 select lines. So
ഈ ഇൻപുട്ട് വേരിയബിൾസ് എക്സ് വൈ സെറ്റ് നമുക്കിതിനെ സെലക്ട് ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി S2, S1, S0. So X will be connected here, Y will be connected here, and Z will be connected here. Now നമുക്കറിയാം മക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്. At a time only one input will be passed to the output based on the value of select signal. അപ്പോൾ 0 0 0 combination വരുമ്പോൾ output should be 1. This is the output F. 0 1 0 വരുമ്പോൾ output should be F. 0 1 1 വരുമ്പോൾ output should be F. ശരിയല്ലേ? And 1 0 1 വരുമ്പോൾ again output should be F. And മക്സിൻ്റെ ഫംഗ്ഷൻ നോക്കുമ്പോൾ 0 0 0 ഈ കോമ്പിനേഷൻ ഇൻപുട്ട് കോമ്പിനേഷൻ 0 0 ആണെങ്കിൽ D0 will be passed to the output. So D0 is connected to 1. ശരിയല്ലേ? 0 0 0 വരുമ്പോൾ the function output should be 1. അത് മക്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഇൻപുട്ട് കോമ്പിനേഷൻ 0 0 0 ആണെങ്കിൽ D0 ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുക. സോ D0 ഈസ് കണക്റ്റഡ് ടു 1. അപ്പോൾ അതുപോലെ 0 1 0 0 1 0 എന്ന് പറയുമ്പോൾ 0 1 0 0 1 0 വരുമ്പോൾ നമുക്കറിയാം D2 ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത്. സോ D2 ഈസ് ആൾസോ കണക്റ്റഡ് ടു 1. അപ്പോൾ സിമിലർലി 0 1 1 0 1 1. സോ സെലക്ട് ലൈൻസ് 0 1 1 ആണെങ്കിൽ D3 അല്ലേ, D3 ആണ് ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ that has to be 1. So D3 is also connected to 1. And last combination 1 0 1. So 1 0 1, that is 5. So 1 0 1 select lines 1 0 1 ആണെങ്കിൽ D5 ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുക. സോ D5 ഈസ് ആൾസോ കണക്റ്റഡ് ടു ദിസ് 1. ഇനി റിമൈനിങ് ലൈൻസ് മുഴുവൻ റിമൈനിങ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് മുഴുവൻ 0 ആണ്. ഫോർ ഓൾ അതർ കോമ്പിനേഷൻസ് ഓഫ് സെലക്ട് ലൈൻസ് ദ റിമൈനിങ് ഇൻപുട്സ് എല്ലാം സീറോസ് ആണ്, നമ്മളത് ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് ചെയ്യാവുന്നത് D1 0 ആക്കുക, D4 0 ആക്കുക, D6 and D7 are connected to 0. So ഇനി ജസ്റ്റ് ഈ ട്രൂത്ത് ടേബിളോട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ we will be getting the same output. സോ 0 0 0ക്ക് 1 കിട്ടണം. സോ ഇവിടെ 0 0 0 ആകുമ്പോൾ D0 ആയിരിക്കുമല്ലോ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ you will get 0, you will get 1, F equal to 1. ഇത് നോക്കിക്കേ 0 0 1. സോ 0 0 1 എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ സെലക്ട് ലൈൻ കോമ്പിനേഷൻ 0 0 1 ആണെങ്കിൽ D1 ആയിരിക്കുമല്ലോ നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത്. സോ D1 ഈസ് 0, അപ്പോൾ 0, F will equal to 0. So this is how we will implement normal functions using mux. So മൾട്ടിപ്ലെക്സർ ഡീമൾട്ടിപ്ലെക്സർ കോൺസെപ്റ്റിൻ്റെ ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.